വെൽക്കം ടു മാറ്റ്നി വെബിനാർ. ഇന്ന് തോമസ് സാറ് നമ്മളോട് പേഴ്സണൽ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. സാറ് പ്രധാനമായിട്ടും പേഴ്സണൽ ബാങ്കിനെ എങ്ങനെയാണ് ഓരോ വ്യക്തികളും പ്രയോജനകരമായി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പേഴ്സണൽ ഡീലിങ്സ് എങ്ങനെയാണെന്നുള്ള വിഷയത്തെക്കുറിച്ച് തോമസ് സാർ സംസാരിക്കും. യു ആർ വെൽക്കം സാർ. ഓക്കെ, നമ്മുടെ മാറ്റ്നി വെബിനാറിൽ ഇന്ന് നമ്മൾ പ്രസന്റ് ആയിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പന്റിനെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാറ് പറഞ്ഞതുപോലെ എല്ലാവരും യുവാവാകാൻ വളരെ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ആ യുവത്വത്തിന് വേണ്ടി നമ്മൾ അല്പം കൂടെ കാത്തിരിക്കണമെന്ന് തോന്നുന്നു. ഏതായാലും യുവത്വം വിട്ടുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ വിഷയമായ ഫിനാൻസിലേക്ക് തന്നെയാണ് ഞാൻ വീണ്ടും പോകുന്നത്. എൻ്റെ വിഷയം പേഴ്സണൽ ബാങ്കിങ്. പേഴ്സണൽ ബാങ്കിങ് സാറ് പറഞ്ഞതിന് അല്പം വ്യത്യാസമായിട്ട് ഞാൻ പറഞ്ഞ് ഏതെല്ലാം പേഴ്സണും ബാങ്കുമായിട്ട് ബന്ധപ്പെടാം. അതാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വിഷയം. പല പല പേഴ്സൺസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഏതൊക്കെ പേഴ്സൺസിന് ആണ് ബാങ്കുമായിട്ട് ഇടപാട് നടത്താൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഡീൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കൊക്കെ ഏതൊക്കെ പേഴ്സൺസിനാണ് ബാങ്കുമായിട്ട് ഇടപാട് നടത്താൻ പറ്റുന്നത്? എല്ലാവർക്കും ഇടപാടുള്ളവരാണ്, ഐഡിയ കാണും. ഓക്കെ, ഇൻഡിവിജ്വൽസിന് പറ്റും. ഇൻഡിവിജ്വൽസ്, പാർട്ണർഷിപ്പ്, കോർപ്പറേറ്റ്സ്, ഓർഗനൈസേഷൻസ്, സൊസൈറ്റീസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് വളരെ കറക്റ്റായ ഉത്തരങ്ങളാണ്. അങ്ങനത്തെ ടൈപ്പ് ഒരു 13 ടൈപ്പ് പേഴ്സണെ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 13 അല്ല, അതിൽ കൂടുതൽ തന്നെ ടൈപ്പ് പേഴ്സൺസ് ഉണ്ട്. ഇതിനകത്ത് എല്ലാ പേഴ്സൺസിനെയും ബാങ്കിങ് പേഴ്സൺസ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും ലീഗൽ പേഴ്സൺസ് ആയിരിക്കും. പക്ഷെ ഇൻകം ടാക്സ് പേഴ്സൺസ് ആയിട്ട് അംഗീകരിച്ചു. അപ്പം ഇത് ബാങ്കിങ് ലോ പ്രാക്ടീസിൽ അംഗീകരിച്ചിട്ടുള്ള പേഴ്സൺസ് ആരൊക്കെയാണ്? അവർക്ക് അവരെന്തെല്ലാം ഡോക്യുമെന്റ്സ് KYC നോ യുവർ കസ്റ്റമർ ഉണ്ട്. ഇപ്പം ബാങ്കിൽ ഇടപാട് ചെയ്യണ എല്ലാവരും നമ്മൾ ആരാന്ന് നമ്മൾ തെളിയിക്കണം, അല്ലേ? നമ്മൾ അതിന് ID പ്രൂഫ്, അഡ്രസ് പ്രൂഫ് എല്ലാം കൊടുത്ത് നമ്മൾ പ്രൂഫ് തെളിയിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ അക്കൗണ്ട് എടുക്കാൻ പറ്റൂ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഡീൽ ചെയ്യണം എന്നാ ചെയ്യണമായിരുന്നു? പണ്ട് ഒരു ബാങ്കിൽ അക്കൗണ്ട് അല്ലേ ഒരു ഡീൽ ചെയ്യണം, എന്ത് ചെയ്യണമായിരുന്നു? ആരെങ്കിലും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു, അല്ലേ? നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു. ഇപ്പൊ ഇൻട്രഡക്ഷൻ എന്നുള്ള പരിപാടി നിർത്തി. കാരണം എല്ലാവർക്കും അതിനുള്ള ഡോക്യുമെന്റ്സ് കയ്യിലുണ്ട്. അതാണ് സെൽഫ് ഇൻട്രഡക്ഷൻ ആയിട്ട് ഇപ്പം മാറിയിട്ട്. അതിന് കാരണം നോ യുവർ കസ്റ്റമർ ഡോക്യുമെന്റ്സ് എല്ലാവരുടെ കയ്യിലും ആവശ്യത്തിന് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ടേ എന്നുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും നമ്മളതൊരു റിഫ്രഷ്മെന്റ് ആയിട്ട് മാത്രം ഇതിനെ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ നമ്മുടെ PPT ഒന്ന് ഷെയർ ചെയ്യുകയാണ്. കാണാമല്ലോ അല്ലേ സാറേ? ഓക്കെ. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഡിവിജ്വൽസ് ആണ്. നമ്മൾ വ്യക്തികൾക്ക് അക്കൗണ്ട് എടുക്കാം. വ്യക്തികൾക്ക് ബാങ്കുമായിട്ട് ഇടപാട് നടത്തണമെങ്കിൽ അതിന് എന്തെങ്കിലും ഏജ് ലിമിറ്റോ കാര്യങ്ങളോ വല്ലോ? എത്രയാണ് അതിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്? അങ്ങനെ മേജർ ആകുക എന്നുള്ളതാണ്. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യണമെങ്കിൽ, ബാങ്കിൽ ഏത് ഇടപാടും ഒരു കോൺട്രാക്റ്റാണ്. കോൺട്രാക്റ്റിൽ ഇടപാട് ചെയ്യണമെങ്കിൽ അത് മേജർ ആകണമെങ്കിൽ 18 വയസ്സാകണം. അപ്പൊ എല്ലാ ഹ്യൂമൻ ബീയിങ്സിനെയും ഒരു വ്യക്തിയായിട്ട് ആണ്. എ സിംഗിൾ ഹ്യൂമൻ ബീങ്, അതാണ് ഒരു വ്യക്തി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തി ഒരു മേജറായ 18 വയസ്സായ ഒരു വ്യക്തിക്ക് അവർക്ക്
സ്വന്തമായി എന്ത് ഇടപാടും നമുക്ക് നടത്താം. അത് ബാങ്കിൽ നടത്താം പറ്റും. അതിന് 18 വയസ്സ്. ഈ 18-ൽ കുറഞ്ഞവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് ഇടപാട് നടത്താൻ പറ്റില്ലേ? ഈ കുട്ടികൾക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, കൊച്ചു കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ അക്കൗണ്ട് തുറക്കാറുണ്ടല്ലോ. ഉണ്ട്, അവർക്ക് മൈനർക്കും അക്കൗണ്ട് ആകാം. പക്ഷേ മൈനർക്ക് ആരാണ് ആ ബാങ്കുമായിട്ടുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ആരാണ്? കുട്ടി നേരിട്ടാണ്. പേരൻ്റായി. ഗാർഡിയനാണ്. കുട്ടിക്ക് വേണ്ടി ഗാർഡിയനാണ് ഒപ്പിട്ടത്. എന്നാൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. 10 വയസ്സ് കഴിഞ്ഞ പിള്ളേർക്ക് അതൊരു സ്പെഷ്യൽ പ്രൊവിഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ശരി, കോൺട്രാക്ട് ആക്ടിൽ ഉള്ള ഒരു ഇതും പ്രകാരം അല്ല. ബാങ്ക് ഒരു സ്പെഷ്യൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. 10 വയസ്സിലുള്ള ആള് ഒരു സ്കൂളിൽ പഠിക്കുകയാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് അവന് സ്വന്തമായി ഇടപാട് നടത്താം. അത് ഡെപ്പോസിറ്റ് പോലെയുള്ള കാര്യങ്ങൾ മാത്രം. വായ്പയ്ക്ക് ആ പ്രൊവിഷൻ ഇല്ല. വായ്പ എന്ന് പറഞ്ഞാൽ, ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിലേക്ക് പൈസ കിട്ടുന്ന ഇടപാട്. നേരെ മറിച്ച് ഒരു വായ്പ എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ പണം വെളിയിലേക്ക് പോകുന്നു. അതിന് ഇടപാട് ചെയ്യാൻ മൈനർക്ക് ചെയ്യണമെങ്കിൽ അത് ഗാർഡിയൻ വഴി മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പം മേജർക്ക് മൈനർ. ഇനി ഇവർക്ക് തുടങ്ങാവുന്ന ഇടപാട് രീതികൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് റെസിഡന്റ് ആയിട്ടുള്ള. റെസിഡന്റ് എന്ന് പറയുമ്പോൾ അവൻ ഇന്ത്യയിൽ സ്ഥിരതാമസം ഉള്ള ആളാണ്. ഇന്ത്യൻ റെസിഡന്റ്. ഇന്ത്യയിൽ റെസിഡന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിംഗിൾ ആയിട്ട് അക്കൗണ്ട് എടുക്കാം, ജോയിന്റ് ആയിട്ടും ഇടപാട് നടത്താം. ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് അക്കൗണ്ട് എടുക്കണമെങ്കിൽ എത്ര വരെ ഉള്ള ആൾക്കാർക്ക് ജോയിന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും? ധാരണ ആർക്കെങ്കിലും ഉണ്ടോ? എത്ര ആൾക്കാർ വരെ ജോയിന്റ് ആകാൻ പറ്റും? 10 പേര് വരെ. എത്ര പേർക്കും ആകാം? ലീഗലി നോ ലിമിറ്റ് അറ്റ് ഓൾ. എത്ര പേര് വേണേലാകാം. പക്ഷെ ബാങ്ക് ആസ് എ ജനറൽ പ്രാക്ടീസ്, ബാങ്കിങ് ലോ ആൻഡ് പ്രാക്ടീസ് നടക്കണം. ബാങ്കിങ് പ്രാക്ടീസിൽ അവർ 4 പേരെ മാത്രമേ മിക്കവാറും ബാങ്കുകൾ എടുക്കാറുള്ളൂ. 4 ആയിട്ടാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. 4 പേർക്ക് വരെ ജോയിന്റ് അക്കൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, ഇതിനകത്ത് ഒരു സിംഗിൾ അക്കൗണ്ട് എടുക്കണമെങ്കിൽ അവൻ ഒരു നോമിനേഷൻ കൊടുക്കുന്ന എപ്പോഴും വളരെ നല്ലതായി. കാരണം ഇൻ കേസ് ഓഫ് ഡെത്ത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിന് അത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ആ തീരുമാനം എടുക്കാനായിട്ടാണ് നമ്മളൊരു നോമിനിയെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിനെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. ആ നോമിനി അവരുടെ ID പ്രൂഫും കൊടുത്തു കഴിഞ്ഞാൽ അവന് അതിന്മേലുള്ള എല്ലാം ലഭിക്കാനുള്ള അവകാശം അവർക്ക്. ഒരു സിംഗിൾ അക്കൗണ്ട് ആണെങ്കിൽ, സിംഗിൾ ഡീലിങ്സ് ആണെങ്കിൽ അതിൽ നോമിനേഷൻ പെർമിറ്റഡ് ആയിട്ടുള്ളതെല്ലാം നോമിനേഷൻ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പക്ഷെ നോമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, ബാങ്കിൽ ഇതൊരു മസ്റ്റ് അല്ല. ഒരു LICയിലാണെങ്കിൽ ഒരു നോമിനേഷൻ ഈസ് എ മസ്റ്റ്. പക്ഷെ ഒരു ബാങ്കിൽ ഒരു നോമിനേഷൻ ഒരു മസ്റ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. എന്നാലും നമ്മളത് നിർബന്ധമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം. അത് നമ്മുടെ സേഫ്റ്റിക്ക് വളരെ നല്ലതാണ്. ഇനി അടുത്തത് ജോയിന്റ് ആണ്. ജോയിന്റ് ഞാൻ പറഞ്ഞു 4 പേര് വരെ പോവാം. ഈ 4 പേർക്ക് ഈ അക്കൗണ്ട് ഇടപാട് നടത്തുന്ന കാര്യത്തിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ആരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക? അതിന് കണ്ടീഷൻസ് ഉണ്ട്. ജോയിൻലി എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെങ്കിൽ എല്ലാവരും അതിനകത്ത് ഒരു ചെക്ക് ഒപ്പിടണം. ഈ 4 പേരും, 4 പേരാണെങ്കിൽ 4 പേരും ഒപ്പിടേണ്ടി വരും. 2 പേരുമാണെങ്കിൽ 2 പേരും. നേരെ മറിച്ച്
ഓപ്പറേഷൻ സെവറലി ഓർ എയ്തർ ഓർ സർവൈവർ എന്ന ഒരു കണ്ടീഷനിലാണ് ഓപ്പൺ ചെയ്യുന്നത്, അത് ആർക്ക് വേണമെങ്കിലും അത് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് മാത്രമല്ല, ഇൻ കേസ് ഓഫ് ഡെത്ത് ഇത് എയ്തറാണ്, മറ്റേ ആൾക്ക് കൊടുക്കാൻ പറ്റും. അതായത് നോമിനേഷൻ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു അവകാശം ഈ ഓപ്പറേറ്റീവ് കണ്ടീഷൻ വഴി നമ്മൾ കൊടുക്കുകയാണ്. അത് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലതാണ്. അപ്പം ജോയിന്റ് എടുക്കുന്നവരെല്ലാം ഇത് ഒന്ന് ശ്രദ്ധിക്കണം. അത് ജോയിന്റ് ആക്കേണ്ട നിർബന്ധമില്ലാത്ത കേസുകൾക്കെല്ലാം ഈ ഓർ ഓപ്പറേഷൻ സെവറലി എന്ന കണ്ടീഷൻ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ എല്ലാവരോടും പറയാനുള്ള അപേക്ഷ. ഓക്കെ, ഇനി അടുത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ കൊടുക്കേണ്ട KYC ഡോക്യുമെന്റ്സ് ആണ്. പാൻ നിർബന്ധമായിട്ടും എല്ലാവരും കൊടുത്തിരിക്കും. പാൻ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ 50,000 രൂപയിൽ കൂടുതൽ ക്യാഷ് അടയ്ക്കാൻ നമുക്ക് പറ്റില്ല. അതിന് പാൻ നിർബന്ധമായിട്ട് പാൻ ഉള്ളവർ കൊടുത്തിരിക്കണം. പാൻ ഇല്ലാത്തവർക്കും അക്കൗണ്ട് തുടങ്ങാനായിട്ട് തടസ്സമില്ല. അതിന് ഫോം 60 or 61 കൊടുക്കും. 60 സാധാരണ ഇൻഡിവിജ്വൽ, 61 എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് കൊടുക്കേണ്ട ഒരു ഫോം, അഗ്രികൾച്ചറിസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഫോമാണ്. അതെല്ലാം ഇൻകം ടാക്സ് ഫോമുകൾ, ഫോം 60 and 60. ഇതോടൊപ്പം നമ്മളൊരു അഡ്രസ് പ്രൂഫ് കൂടെ കൊടുക്കണം. ഇപ്പോൾ അഡ്രസ് പ്രൂഫിൽ ആധാർ എന്നുള്ളത് സകലരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ആധാർ ലിങ്ക് ചെയ്യണം എന്നുള്ള ഒരു മാൻഡേറ്ററി ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആധാർ മറ്റുള്ളത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആധാർ ഈസ് എ മസ്റ്റ്. അത് ആണ് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ റെസിഡന്റിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങൾ മാത്രമേ ഇതിനെപ്പറ്റി പറയുന്നു. ഇത് ഈ പേഴ്സണ് എങ്ങനെ ഡീല് ചെയ്യാം എന്നുള്ളതിനെ. ഇനി അടുത്ത കാറ്റഗറിയാണ് നോൺ റെസിഡന്റ്. നോൺ റെസിഡന്റ് എന്നുള്ള കാര്യം നമ്മളിവിടെ കേരളത്തിൽ പറയേണ്ടിയിരിക്കും. കാരണം ഇവിടെ നമ്മുടെ ഇക്കണോമിയെ നയിക്കുന്നത് തന്നെ നോൺ റെസിഡൻസ്. കാരണം ഒരു വീട്ടിൽ ഒരാളെങ്കിലും നോൺ റെസിഡൻസ് വിദേശത്തുള്ളവരാണ്. ഓക്കെ, അപ്പൊ വിദേശത്ത് 182 ഡേയ്സ് ഉള്ള ഒരാളാണ്, കണ്ടിന്യൂസ് താമസമുള്ള ഒരാളാണ്, അവൻ നോൺ റെസിഡന്റ് ആയി മാറി. ആ നോൺ റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കൗണ്ടിന് മറ്റു ചില കണ്ടീഷൻസ്, അവർക്ക് ഓപ്പൺ ചെയ്യാവുന്ന പ്രത്യേകം കാറ്റഗറി അക്കൗണ്ട്സുകൾ. അത് എന്തൊക്കെയാന്ന് നോക്കാം. അവർക്കും ഈ പറഞ്ഞ പോലെ സിംഗിൾ ആയിട്ട് വേണേ ഓപ്പൺ ചെയ്യാം, ജോയിന്റ് ആയിട്ട് വേണേ ഓപ്പൺ ചെയ്യാം. അവർക്ക് നോൺ റെസിഡന്റിന് ഒരു റെസിഡന്റിനെയും കൂട്ടിക്കൊണ്ട് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഉണ്ട്. അവർക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഒരു അക്കൗണ്ടാണ് NRE അക്കൗണ്ട്. NRE അക്കൗണ്ട് ആണെങ്കിൽ അതിനൊരു പ്രത്യേകതയുള്ളത്, അത് വിദേശത്തു നിന്ന് വരുന്ന ഫണ്ടുകൾ മാത്രമേ അതിനകത്ത് ഇടാൻ പറ്റൂ. ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടും ഈ NRE അക്കൗണ്ടിൽ നമുക്ക് ഇടാൻ പറ്റില്ല. NRE അക്കൗണ്ട് ഇടണമെങ്കിൽ അത് ഇറ്റ് ഈസ് എ ഫണ്ട് ഫ്രം എബ്രോഡ്. ഓവർസീസ് ഫണ്ട് മാത്രമേ അതിനകത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അടുത്ത ഒരു അക്കൗണ്ടാണ് NRO. ഒരു നോൺ റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു NRO അക്കൗണ്ട് ആകാം. NRO അക്കൗണ്ട് ആണെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഫണ്ടും അതിനകത്ത് ഇടാം. ഓവർസീസ് ഫണ്ട് ആണെങ്കിലും ഇടാം, ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഫണ്ടാണെങ്കിലും. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ ഇന്ത്യയിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ റെന്റ് അവൻ ഇടണമെങ്കിൽ അതിന് ഒരു NRO അക്കൗണ്ട് ആകാം. ഈ NRO അക്കൗണ്ടിനും മറ്റുള്ള SB അക്കൗണ്ട് പോലെയുള്ള ഇൻട്രസ്റ്റ് എല്ലാം കിട്ടും. പക്ഷേ അതിൽ TDS കമ്പൽസറി ആയിട്ട് പിടിക്കും. അത് 1/3 TDS ആയിട്ട് അതിന് ഇൻട്രസ്റ്റ് ആ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷെ ഇന്ത്യയിൽ നിന്നും ജനറേറ്റ് ആകുന്ന എന്ത് ഫണ്ടും അതിനകത്ത് ഇവർക്ക് സൂക്ഷിക്കാവുന്ന മറ്റൊരു അക്കൗണ്ടാണ് FCNR, ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ട്. അതായത് വിദേശത്തു നിന്ന് വരുന്ന കറൻസി വിദേശ കറൻസി ആയിട്ട് തന്നെ ഇവിടെ സൂക്ഷിക്കാൻ പറ്റും. അതാണ് FCNR. പക്ഷെ അതിൻ്റെ പ്രത്യേകത, അതിന് വരുന്ന ഇൻട്രസ്റ്റ്
വിദേശത്തുള്ള ബാങ്കുകളുടെ അക്കൗണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് കമ്പയറബിൾ ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ താരതമ്യേന കുറഞ്ഞ റേറ്റ് ആയിരിക്കും. പക്ഷേ കുറഞ്ഞ റേറ്റ് ആണെങ്കിലും കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഇവൻ ഈ ഫോറിൻ കറൻസി ആയിട്ട് തന്നെയാണ് ആ തുക കിട്ടുന്നത്. ഈ ഫോറിൻ കറൻസി ആയിട്ട് തുക കിട്ടുന്നതുകൊണ്ട് ഈ ഫോറിൻ കറൻസിയുടെ റേറ്റിൽ വരുന്ന കുറവ് ഇവനെ സംബന്ധിച്ചോളം ബാധകമാകുകയില്ല. ഇന്ന് ഇപ്പോൾ ഡോളറിന്റെ റേറ്റ് ഇവൻ കൊണ്ട് ഇട്ട സമയത്ത് 65 രൂപയാണെങ്കിൽ ഇപ്പോൾ അതിന് 75 രൂപയാണെങ്കിൽ ആ 75 രൂപ വെച്ച് അവനത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള അതിന് ഇൻട്രസ്റ്റ് അടക്കം. അതാണ് FCNR അക്കൗണ്ട്. ഇതും NRE അക്കൗണ്ടുകാരന് എടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻഡിവിജ്വലിനെ പറ്റി. ഇവർ കൊടുക്കേണ്ട KYC ഡോക്യുമെന്റ്സ് നമുക്ക് കൊടുക്കാം. പാസ്പോർട്ട്, NRE അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം വിസ, അതുപോലെ തന്നെ ഇവർ 2 കൂട്ടർ ഫോട്ടോയും കൊടുക്കണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുമായിട്ടുള്ള ഈ ഇടപാട് ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്. ഇത് നമ്മൾ സാധാ വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞു. ഇനി ഇവരുടെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്തൊരു കണ്ടീഷനേ അല്ല. ഈവൻ ഇല്ലിറ്ററേറ്റ് ക്യാൻ ഓപ്പൺ അക്കൗണ്ട്. ഇല്ലിറ്ററേറ്റ് ഇടപാട് നടത്തുമ്പോൾ പക്ഷേ ഇല്ലിറ്ററേറ്റ് വെക്കുന്ന കയ്യൊപ്പ് അവന്റെ കയ്യൊപ്പാണ് എന്ന് അറ്റസ്റ്റ് ചെയ്യാൻ അക്കൗണ്ടുള്ള ഒരാൾ കൂടെ വേണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രം. അങ്ങനെ ഒരു കണ്ടീഷൻ ഈവൻ ബ്ലൈൻഡ് പേഴ്സൺ ക്യാൻ ഓൾസോ. പക്ഷെ ബ്ലൈൻഡ് പേഴ്സണും ഇടപാട് നടത്തുമ്പോൾ ഇങ്ങനെയുള്ള 1-2 കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇൻഡിവിജ്വൽ ആളുകളുടെ ഇടപാടുകളെ പറ്റി ഞാൻ അത്യാവശ്യം പറയാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത വേറൊരു കാറ്റഗറി ഇതിലേക്ക് നമുക്ക് പോകാം. അതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അത് ഒരു ഗ്രൂപ്പ് ഓഫ് അസോസിയേഷൻസ്. അവര് പല ഇൻഡിവിജ്വൽസ് കൂടിക്കൊണ്ട് അവരൊരു കോമൺ ഇൻട്രസ്റ്റിന്, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, അവര് ഒരു പ്രത്യേക ഓബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കും. അവർക്ക് വേണമെങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രൂപ്പായിട്ട് വന്നിരിക്കുന്നു, മാറ്റിനി വെബിനാർ. മാറ്റിനി വെബിനാറിന്റെ പേരിൽ അത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. നമുക്കൊരു, അതായത് സമാന മൈൻഡ് സെറ്റുള്ള ഒരു കോമൺ ഓബ്ജക്റ്റീവ് ഇതുമായിട്ട് വന്നിരിക്കുന്ന ഈ ആൾക്കാർക്കെല്ലാം അവരെയും ഒരു പേഴ്സണായിട്ട് ബാങ്കിൽ അംഗീകരിച്ചിരിക്കുന്നു, ഇൻകം ടാക്സ് അംഗീകരിച്ചിരിക്കുന്നു. അവർക്കും ഇടപാട് നടത്താൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് ഇൻകം ടാക്സ് പ്രകാരം ഇവർ പ്രോഫിറ്റ് മേക്കിംഗ് അല്ല, ഇവര് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇൻകം ടാക്സിന് വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ആദ്യമൊന്നും അത്ര നിർബന്ധമല്ലായിരുന്നു, ഇപ്പം അത് വളരെ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഇതൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെയുള്ള സേവിങ്സ് അക്കൗണ്ട് ഇടപാട് നടത്താൻ പറ്റില്ല. അവർക്ക് ബിസിനസ്സുകാർക്ക് വേണ്ട കറണ്ട് അക്കൗണ്ട് പോലുള്ള ഇടപാട് പറ്റുക. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ കൊടുക്കേണ്ട KYC ഡോക്യുമെന്റ്സിന് കുറെ വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് അസോസിയേഷൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ബൈലോ കാണും. അതുപോലെ തന്നെ അതിന് ചില ഡോക്യുമെന്റ്സ് കാണും. ഇതിൻ്റെ എല്ലാം കോപ്പികൾ നമ്മൾ കൊടുക്കണം. ഇതിന് പാൻ കാർഡ് കൊടുക്കേണ്ടി വരും, വ്യക്തികളുടെ എല്ലാം. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ 12A ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ്റെ ഇത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ മൊത്തത്തിൽ കൂടി ഈ അക്കൗണ്ട് ആര് ഓപ്പറേറ്റ് ചെയ്യുമെന്നുള്ള ഒരു ഓപ്പറേഷൻ കണ്ടീഷനോട്ടുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതുണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അക്കൗണ്ട് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കി അത് കൊടുക്കേണ്ട ആവശ്യം. അതുപോലെ തന്നെ ഇതിനകത്ത് ആരൊക്കെയാണ് ഇതിൻ്റെ ഓഫീസ് ബെയറേഴ്സ്, അതിൻ്റെ ഒരു ഓതറൈസ്ഡ് ലിസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ഈ അസോസിയേഷൻ്റെ അഡ്രസ് പ്രൂഫ് കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ ബെനഫിഷ്യൽ ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ് എന്നുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ ഓതറൈസ് സിഗ്നറ്ററീസ് ആരാണോ അവരുടെ എല്ലാ ഫോട്ടോസ് ആൻഡ് KYC ഡോക്യുമെന്റ്സ്, പാൻ കാർഡ്, ഇൻഡിവിജ്വൽ ഈ ഓതറൈസ്ഡ് സിഗ്നേച്ചറി ടൈപ്പുള്ള എല്ലാ പേഴ്സൺസിൻ്റെയും അവരുടെ പാൻ കാർഡ്, ആധാർ അടക്കമുള്ള മറ്റുള്ള അഡ്രസ് പ്രൂഫ് രേഖകൾ കൊടുക്കണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓതറൈസ്ഡ് പേഴ്സൺ നമ്മുടെ മാറ്റിനി ഫ്രീ വെബിനാറിന് നമുക്കൊരു ഇടപാട് നടത്താൻ കൊണ്ട് ബാങ്കിൽ പോയി ഒരു ഇത് നടത്താൻ പറ്റും.
ഓക്കെ, അടുത്തതാണ് രജിസ്റ്റേർഡ് അസോസിയേഷൻ. അതായത് ഇപ്പോൾ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രജിസ്ട്രേഷൻ ഉള്ള എന്തെങ്കിലും ആണെങ്കിൽ ആ രജിസ്ട്രേഷൻ ഉള്ളത് ഒരു ട്രസ്റ്റ് ആയിട്ടാണോ, ഒരു സൊസൈറ്റി ആയിട്ടാണോ, ഒരു ക്ലബായിട്ടാണോ, ഈ വക പ്രത്യേകമായിട്ടുള്ള അസോസിയേഷന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും രജിസ്റ്റർ ചെയ്യുന്ന ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ രജിസ്ട്രേഷൻ വേണം. ഇപ്പൊ ഇതാ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു റെസിഡന്റ് അസോസിയേഷൻ ഇല്ലേ, ആ റെസിഡൻസ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് പ്രൊവിഷൻ ഇല്ലേ സാറേ? രജിസ്റ്റർ ചെയ്യാൻ പാടില്ലേ നമ്മുടെ റെസിഡന്റ് അസോസിയേഷൻ? അതുപോലുള്ള അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യാൻ പ്രൊവിഷൻ ഉള്ളതാണ്. അങ്ങനെയുള്ളത് വേണം. ഇപ്പം ഒരു പള്ളികളാണെങ്കിൽ പള്ളിയിൽ പല പല ഗ്രൂപ്പുകളുണ്ട്. ചെറുപുഷ്പം, മിഷിലി, അല്ലെങ്കിൽ യുവദീപ്തി, ഇങ്ങനെയുള്ള പല പല പ്രസ്ഥാനങ്ങളുണ്ട്. അവർക്കെല്ലാം ഈ അരമന അതുപോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻസ്. ഇങ്ങനെയുള്ള എന്തെങ്കിലും രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ആ കൺസേൺ രജിസ്ട്രേഷന്റെ അത് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരു ട്രസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ക്ലബാണ്. ഇതിനെല്ലാം ഏതെങ്കിലും ബോഡിയുടെ രജിസ്ട്രേഷൻ കൊടുക്കുന്നതായിട്ടുണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ ഇതിനൊരു നിർബന്ധമാണ്. ഇതിന് വേണ്ട KYC ഡോക്യുമെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടതാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഈ ട്രസ്റ്റിന് ആരാണോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണേ ഇതിൻ്റെ ഇത് വേണം. ഈ ട്രസ്റ്റ് എങ്ങനെ ഫോം ചെയ്തു അതിൻ്റെ ഒരു ബൈലോ കാണും, ആ ബൈലോ വേണ്ടി വരും. പിന്നെ കോപ്പി ഓഫ് പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് വേണം. പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ ഫോം 60 കൊടുക്കേണ്ടി വരും. പിന്നെ മുമ്പ് പറഞ്ഞ ഇത് നോൺ പ്രോഫിറ്റബിൾ ആണെന്നുള്ള ആ ഇൻകം ടാക്സിൻ്റെ ആ ഫോം പ്രത്യേകം വേണം. ഇതുപോലെ തന്നെ റെസൊല്യൂഷൻ വേണം. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഏത് ബാങ്കിൽ അക്കൗണ്ട് എടുക്കും, ആരായിരിക്കണം ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് അതോറിറ്റി, എന്തായിരിക്കണം ഇതിൻ്റെ പർപ്പസ്, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുള്ള ഒരു റെസൊല്യൂഷൻ ഇതിന് അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ട്രസ്റ്റീസ് എല്ലാം ആരാണെന്നുള്ളൊരു ലിസ്റ്റ് കൊടുക്കേണ്ടി വരും. ഈ അഡ്രസ് പ്രൂഫ് ഓഫ് ദ രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഓതറൈസ് സിഗ്നറ്റേഴ്സിയുടെ എല്ലാം KYC ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും. അവരുടെ പാൻ കാർഡ്, ആധാർ അടക്കമുള്ള രേഖകളാണ് KYC ഡോക്യുമെന്റ്. അത് കൊടുത്താൽ ഈ രജിസ്റ്റേർഡ് അസോസിയേഷന് വേണമെങ്കിലും ബാങ്കുമായിട്ട് ഇടപാട് നടത്താൻ പറ്റും. നമ്മളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ, നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഒരു രജിസ്ട്രേഷൻ സാധ്യമായിട്ടുള്ളതാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബാങ്കുമായിട്ട് ഇടപാട് നടത്താൻ പറ്റും. അവരെ ഒരു പേഴ്സണായിട്ട് ബാങ്ക് അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത വേറൊരാളാണ്. ഇത് ഇപ്പോൾ അത്ര വലിയ പോപ്പുലർ അല്ല, ജസ്റ്റ് ഫോർ ഇൻട്രഡക്ഷൻ ഇത് ഞാൻ പറയുകയാണ്. വൺ ഈസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, HUF. പണ്ട് കേരളത്തിൽ വളരെ നന്നായിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് അതിന് അത്ര വലിയ പ്രസക്തിയില്ല. ഇന്നൊരു ഗ്രൂപ്പായിട്ടുള്ള ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു പൊതുവെ കുറവാണ്. പക്ഷേ അതിനെ ഇപ്പോഴും ഒരു പേഴ്സണായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ്. ഓക്കെ, ഇതിനകത്ത് ഒരു ഇതാകുന്നതെന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ട് വഴിയല്ല. അതായത് അവൻ ജന്മം കൊണ്ട് ഇതിനകത്ത് അംഗമാകുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ആകുന്ന ഇത് പറഞ്ഞ പഴയ വൈഫ്സ് ആണ് ഇതിനകത്ത് കൂടുതൽ അധികാരമുള്ളവർ. ഇതിനകത്ത് അൺമാരീഡ് ഡോട്ടേഴ്സ് ആണ്. ജെൻസ് അല്ല, ജെൻസ് വിവാഹിതനായി വെളിയിൽ പോകുന്നു എന്നുള്ളൊരു കണ്ടീഷനാണ് പഴയ കാലത്ത്. മരുമക്കത്തായ സിസ്റ്റമൊക്കെ ഉള്ള കാലത്ത് ഹിന്ദു ഫാമിലിയുടെ സിസ്റ്റം അതായിരുന്നു. ആ രീതിയിൽ വെച്ചുള്ളതാണ് ഈ ഹിന്ദു രീതി. അതിനെപ്പറ്റി കൂടുതൽ അധികം ഇപ്പം വലിയ പ്രസക്തി ഇല്ലാത്തതാണ്. പക്ഷെ ഇതിനെയും ഒരു പേഴ്സണായി അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പം ഇതിനും ഈ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് ഇവരെ ഒരു പേഴ്സണായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഈ HUF. അതുപോലെ തന്നെ ഈ ബാങ്ക് അക്കൗണ്ട് ഈ HUF-ന്റെ പേരിലായിരിക്കും ഉണ്ടാകുക. വ്യക്തിയുടെ പേരൊന്നും ആയിരിക്കില്ല, HUF-ന്റെ പേരിലായിരിക്കും. ഇതിന് വേണ്ട ഈ പ്രൂഫുകൾ ഇതാണ്. കർത്തായുടെ ഫോട്ടോഗ്രാഫ്, കർത്ത എന്ന് പറഞ്ഞാൽ ചീഫ് ഓഫ് ദിസ് ഫാമിലി, അവരാണ് കർത്ത. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള ഈ ഡോക്യുമെന്റ്സുകളെല്ലാം കൊടുക്കണം. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം ഇതിനിപ്പോൾ അധികം വലിയ പ്രസക്തി ഇല്ലാത്തത് കൊണ്ടാണ്.
ഓക്കെ, നമ്മൾ അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാണ്. അടുത്തതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അത് നമുക്ക് അറിയാവുന്നതാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സ്വയം സഹായ സംഘങ്ങൾ ഇന്ന് കേരളത്തിൽ വളരെ പോപ്പുലറാണ്. കേരളത്തിലെ സാധാരണക്കാരുടെ ഇടയിൽ അവരെ സാമ്പത്തികമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല പ്രസ്ഥാനമായി ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ അഥവാ കുടുംബശ്രീകൾ എന്ന രീതിയിൽ ഇവിടെ വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വളരെയധികം കൂടുതൽ ആക്ടിവിറ്റീസ് ഇന്നിവിടെ കേരളത്തിൽ ചെയ്യുന്നുണ്ട്. കേരള ഗവൺമെന്റിന്റെ പല ആക്ടിവിറ്റികളും ഇപ്പോൾ കുടുംബശ്രീ വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സെൽഫ് ഗ്രൂപ്പ് ഇത് ശരിക്കു പറഞ്ഞാൽ ബംഗ്ലാദേശിൽ അവർ വളരെ വിജയം കണ്ട ഒരു പദ്ധതിയായിട്ടാണ് മറ്റു പല നാടുകളിലേക്ക് ഇത് കൂടുതൽ വന്നിരിക്കുന്നത്. ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് കേരളത്തിലും വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. കേരളത്തിലെ കുടുംബശ്രീകൾക്ക് ഈവൻ വിദേശത്തു നിന്ന് വരെ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് സിസ്റ്റമാണ് എന്നുള്ളതും കൂടെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് 10 മുതൽ 20 വരെ പേഴ്സൺസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 18 വയസ്സ് മുതൽ 40 വരെയാണ് ഇതിനകത്ത് പ്രിഫറബിൾ ഏജ് എന്ന് പറയുന്നത്. അല്ലാത്തവരെയും ഇപ്പം മെമ്പറായിട്ട് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഹോമോജീനിയസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരായിരിക്കും, സമാന സ്ഥിതിയിലുള്ളവരായിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സമാന സ്ഥിതിയിലുള്ള ആൾക്കാരാകുമ്പോൾ മാത്രമേ അവർ തമ്മിൽ ഒരു പൊരുത്തവും ഐക്യവും ഒരു മൊത്തത്തിൽ ഒരു ഒരുമയും അവരുടെ നടത്തിപ്പിൽ ഉണ്ടാകും. അവർക്ക് സമാനമായ ആക്ടിവിറ്റികൾ നടത്താനും സമാനമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് സമാന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും. അങ്ങനെയുള്ള രീതിയിലാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഇവിടെ നടക്കുന്നത്. ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ ഇന്ന് ബാങ്കുകൾ വളരെയധികം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിലൊക്കെ വളരെ ചെറിയ ചെറിയ വായ്പകൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ഇല്ലാണ്ട് 20 ലക്ഷം വരെയൊക്കെയുള്ള വായ്പകൾ രീതിയിലേക്ക് അതിനെ ഉയർത്തിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ പ്രോഗ്രസ് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു പേഴ്സണാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഈ പറഞ്ഞ പോലെ ബൈലോ ഓഫ് ദി SHG, എല്ലാ SHGകൾക്കും ഒരു ബൈലോ ഉണ്ടാവും. അതുപോലെ തന്നെ അവരിടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് നടക്കേണ്ടതുണ്ട്. ആ മീറ്റിംഗ് കൂടിയതിൻ്റെ ഒരു മിനിറ്റ്സ് കൊടുക്കേണ്ടതുണ്ട്. ആ മിനിറ്റ്സിനോടൊപ്പം മുമ്പ് പറഞ്ഞ ഒരു റെസൊല്യൂഷൻ വേണം. ആരൊക്കെയായിരിക്കും ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഇതെന്താണ് ആക്ടിവിറ്റി, ഏത് ബാങ്കിൽ ഓപ്പൺ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള റെസൊല്യൂഷൻ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ എല്ലാം KYC ഡോക്യുമെൻ്റായ ID പ്രൂഫും അഡ്രസ് പ്രൂഫും കൊടുക്കണം. പിന്നെ അവരുടെ ഫോട്ടോഗ്രാഫ് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് ഒരു അക്കൗണ്ട് എടുക്കാനും നന്നായി ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. കേരളത്തിൽ വളരെ പോപ്പുലറായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ. ഓക്കെ, അടുത്ത ഇതിനെപ്പറ്റി ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വേറൊരു ഗ്രൂപ്പിലേക്ക് നമ്മളിപ്പോൾ പോകുന്നു. ഇത് തന്നെയും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുമായിട്ട് സമാനതയുള്ള മറ്റൊരു ഗ്രൂപ്പാണ്. ഇറ്റ് ഈസ് കോൾഡ് ജോയിന്റ് ലയബിലിറ്റി. ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പോലെ ഒന്നിച്ചു കൂടിക്കൊണ്ട് ഒരു പ്രത്യേക ആക്ടിവിറ്റികളൊക്കെ നടത്തുന്ന ഒരു ഗ്രൂപ്പ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ചില പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ജോയിൻ ചെയ്യുന്ന ചില ഗ്രൂപ്പുകളാണ്. അവരാണ് ജോയിന്റ് ലയബിലിറ്റി. ഇവരെ സംബന്ധിച്ചിടത്തോളം സേവിങ്സ് എന്നതിനേക്കാൾ കൂടുതൽ അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വായ്പകൾ എടുക്കുക, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടപ്പാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണ് ജോയിന്റ് ലയബിലിറ്റി. ഈ ഗ്രൂപ്പുകൾ നമുക്ക് ഫോം ചെയ്യാം, നമുക്കും വേണമെങ്കിൽ ഫോം ചെയ്യാവുന്ന ഒരു ഗ്രൂപ്പാണ് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. ഇതിനകത്താണേലും മിനിമം 4 ആൾക്കാരും മാക്സിമം 20 ആൾക്കാർ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ മാക്സിമം 20 ആണ്. 20-ൽ കൂടുതൽ ഉള്ള ആൾക്കാർക്ക് വേണേലും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യാം. പക്ഷേ അത് ഫോം ചെയ്താൽ അതൊരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ. ഇതിനെ സംബന്ധിച്ച് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പിനും ഇങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. 20 പേര് വരെ ഇതിന് ആകാൻ പറ്റും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സേവിങ് ഓറിയന്റഡ് അല്ല, മെയിനായിട്ട് ഒരു ലോൺ എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. അതും കേരളത്തിൽ പോപ്പുലറായി നടന്നു പോകുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ അവർക്കും ഈ പറഞ്ഞ പോലെ ഒരു റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ടാണ് ബാങ്കിൽ പോയി ഇടപാട് നടത്താനായിട്ട് അവർക്ക് സാധിക്കുന്നത്. ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു സേവിങ്സ് ഓറിയന്റഡ് അല്ല,
ഇത് ഒരു ക്രെഡിറ്റ് ഓറിയന്റഡ് ഇതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതിന് ഇവർക്ക് വേണ്ടതുപോലെ തന്നെ അവരുടെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് വേണം, ഒരു റെസൊല്യൂഷൻ വേണം, കോർട്ട് ഓഫ് ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് വേണം, അവരുടെ KYC ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് ബാങ്കിൽ ഈ ഇടപാടുകൾ നടത്താനായിട്ട് സാധിക്കും. മെയിനായിട്ട് ഇങ്ങനെയുള്ള ഇവർ എന്തെങ്കിലും ഒരു പദ്ധതി നടത്തുക, കുറെ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുക, ഇങ്ങനെയുള്ള ഇടപാട് നടത്തുമ്പോൾ അതിനു വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. അവർക്ക് ധാരാളമായി ഇപ്പോൾ വായ്പ കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്കും ബാങ്കിൽ ഇടപാട് നടത്താവുന്നതാണ്. ഇനി അടുത്തതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പോപ്പുലറാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഒരു വോളണ്ടറി അസോസിയേഷനാണ്. അവർക്കൊരു കോമൺ നീഡ്സ് ഉണ്ട്, അവർക്കൊരു കോമൺ ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഉദ്ദേശത്തിലാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സൊസൈറ്റികളെല്ലാം ഇപ്പം രാഷ്ട്രീയ അതിപ്രസരത്തിൽ മുങ്ങിപ്പോയോ എന്ന് വരെ എനിക്ക് സംശയിക്കേണ്ടി വരും. ആ രീതിയിലാണ് നമ്മുടെ കോപ്പറേറ്റീവ് പ്രസ്ഥാനം ഇപ്പോൾ പോകുന്നത് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത ഒരവസ്ഥയാണ്. ഓക്കെ, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വളരെ നല്ല രീതിയിൽ ഓരോ നാട്ടിലും പ്രവർത്തിക്കാൻ പറ്റിയ ഒന്നാണ്. അവർക്കും ബാങ്കിൽ ഇടപാട് നടത്താൻ ഒരു തടസ്സവുമില്ല. അവരെ ഒരു പേഴ്സണായിട്ട് ബാങ്കുകളും ഇൻകം ടാക്സും എല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന പൂവർ സെക്ഷനായിട്ടുള്ള സൊസൈറ്റിയിൽ സമാനതയുള്ള ആൾക്കാർ ഒന്നിച്ചുകൂടി അവരുടെ ഉന്നമനത്തിനും നടത്തിപ്പിനും വേണ്ടി മുന്നോട്ട് പോകാവുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു സൊസൈറ്റി. അവർക്കും ഇടപാട് നടത്താൻ പറ്റും. അപ്പം ഇതിനും ഈ പാൻ കാർഡ് ഓഫ് ദ ഓതറൈസ്ഡ് സിഗ്നേച്ചർ ഈസ് എ മസ്റ്റ്. അത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കൊടുക്കാവുന്ന മറ്റുള്ള രേഖകളാണ് മെമ്മോറാണ്ടം അസോസിയേഷൻ ഓഫ് ദ സൊസൈറ്റി. എന്ത് ഉദ്ദേശത്തിലാണ് ഈ സൊസൈറ്റി ഫോം ചെയ്തിരിക്കുന്നത്, പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദ സൊസൈറ്റി എന്തൊക്കെയാണ്, പിന്നെ മുമ്പ് പറഞ്ഞ റെസൊല്യൂഷൻ വേണം. ഏത് സ്ഥലത്താണ് ഇത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, ആരാണ് ഇതിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺ, ഇവരുടെ ID പ്രൂഫും അഡ്രസ് പ്രൂഫും വേണം. പിന്നെ ഈ സൊസൈറ്റിയിലെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ള ഒരു ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സും കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ബാങ്കിൽ ഇടപാട് നടത്താം. ഇതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പറ്റി പറയുന്നത്. അടുത്ത മറ്റൊന്നാണ് പ്രൊപ്രൈറ്റർഷിപ്പ്. പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? റോയ് സാറേ. ഒരാളുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനം, ഏതെങ്കിലും ഒരു പേരിൽ നമ്മളൊരു സ്ഥാപനം നടത്തുക, അതിന്റെ ഒരു പ്രൊപ്രൈറ്റർ നമ്മളാണ്. എന്ത് സ്ഥാപനമായാലും സാർ, അയാളുടെ പേരിലായിരിക്കും. ആ സ്ഥാപനത്തിന് ഒരു പേര് കൊടുക്കാം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ആ സ്ഥാപനത്തിന് ഒരു പേര് കൊടുക്കാം, പക്ഷെ അതൊരു വ്യക്തിയുടെ മാത്രമാണ്. ഒരു വ്യക്തിയാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ ആ വ്യക്തി ആ പ്രസ്ഥാനം നടത്തുന്ന ഏതെങ്കിലും ഒരു പേരിലായിരിക്കും, അല്ലേ? നമ്മൾ ഒരുപാട് കടകൾ കാണാം, കടകൾക്കെല്ലാം ഒരു പേര് കാണും, അല്ലേ? കടകൾക്കെല്ലാം പല പല പേരുകളിൽ കാണും. ആ പേരുകളോടുകൂടെ ആ പേരിൽ തന്നെ നമുക്ക് ആ സ്ഥാപനം കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഈ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ. ഇൻഡിവിജ്വലും പ്രൊപ്രൈറ്ററുമായിട്ടുള്ള വ്യത്യാസം. പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേരാ. റോയ് സാറിനെയാണ് റോയ് സാർ എന്ന് പറയുള്ളൂ. പക്ഷെ റോയ് സാർ, റോയ് ആൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം ഇവിടെ നടത്തുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രൊപ്രൈറ്റർഷിപ്പ് ഫേം. ദാറ്റ് ഈസ് എ പ്രൊപ്രൈറ്റർഷിപ്പ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ പ്രൊപ്രൈറ്റർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫോമാണ്. അത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് യൂണിറ്റ് ആണ്. പക്ഷേ ഇവർക്ക് SB അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. അവർക്ക് തുടങ്ങാവുന്ന കറണ്ട് അക്കൗണ്ട് മാത്രമേ തുടങ്ങൂ. ഇറ്റ്സ് എ ബിസിനസ് പ്രോഫിറ്റ് ഓറിയന്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഇതിനെ അംഗീകരിക്കുന്നത്. ഓക്കെ, അടുത്ത ഇതിന് കൊടുക്കാവുന്നത്, അതായത് ഈ പ്രൊപ്രൈറ്റർഷിപ്പ് ഫേമിന്റെ ആ പേരിലുള്ള ഏതെങ്കിലും 2 ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും. അതായത് പഞ്ചായത്തിൽ കൊടുത്ത പഞ്ചായത്തിന്റെ അംഗീകാരമുള്ള രേഖയാണോ, അല്ല മറ്റേ GST പോലുള്ള എന്തെങ്കിലും രേഖയാണോ, ഇങ്ങനെ ഏതെങ്കിലും 2 രേഖ ഈ പേരിൽ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പേരിൽ ഇങ്ങനെയുള്ളൊരു ഇടപാട് നടത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവർക്കും ഈ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ പേരിലുള്ള പാൻ കാർഡ് വേണമെന്ന് ബാങ്കുകൾ പറയുന്നു. പക്ഷേ ഇൻകം ടാക്സ് ഈ വ്യക്തികളെ ഇൻഡിവിജ്വലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതൊരു കൺഫ്യൂഷൻ ഇന്ന് നിലനിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ്. പ്രൊപ്രൈറ്റർഷിപ്പ് പേരിൽ പാൻ കാർഡ് വേണമെന്ന് ബാങ്കുകൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇൻകം ടാക്സ് അവർക്ക് പ്രത്യേകമായിട്ടൊരു ഇതായിട്ട് ഇൻകം ടാക്സ് അസസ് ചെയ്യാനായിട്ട് പലപ്പോഴും തയ്യാറാകുന്നു. ആ ഒരു
കോൺഫ്രണ്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് ഉള്ളത് പറയാതെ പറ്റുകയില്ല. എന്നാലും ഇത് വ്യക്തികൾ മാത്രം നടത്തുന്ന ഒന്നാണ്, പക്ഷെ അവനൊരു പേരിലായിരിക്കും എന്നാണ്. ഇതിനകത്തും ഇതുപോലെ തന്നെ ഇടപാട് നടത്താനായിട്ടുള്ളത് അഡ്രസ് പ്രൂഫ് ഓഫ് ദ പ്രൊപ്രൈറ്ററും വേണം, ഫോട്ടോ ഓഫ് ദ പ്രൊപ്രൈറ്റർ. പിന്നെ ഈ ഞാൻ ഒരു പ്രൊപ്രൈറ്ററായിട്ട് ഈ പ്രസ്ഥാനം നടത്തുന്നു എന്നുള്ള ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് ലെറ്റർ ഇദ്ദേഹം കൊടുക്കേണ്ടത്. ആ ലെറ്റർ വെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് ബാങ്കുകൾ തീരുമാനിക്കും. ആ ലെറ്റർ ഉണ്ടെങ്കിൽ ഇതിന് ബാങ്ക് ഇടപാട് നടത്താനായിട്ട് പറ്റും. ഇതാണ് പ്രൊപ്രൈറ്റർഷിപ്പ് എന്നുള്ള ഒരു ഫോം ഓഫ് പേഴ്സണെ ബാങ്ക് ഇടപാട് നടത്തും. ഇനി അടുത്ത ഫോമിലേക്ക് ഇദ്ദേഹം പോകുന്നു, പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് നമുക്കറിയാം, ഒന്നിലധികം ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന ഒരു പ്രസ്ഥാനമാണ്. രണ്ടോ അതിൽ കൂടുതലുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് ഫേമിന് മിനിമം 2 പേരും ഉണ്ടാവണം. മാക്സിമം പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന 20, ആയിക്കൂടുതൽ 20 പേര് കൂടുതൽ പൊതുവെ അംഗീകരിച്ചിട്ടില്ല. അതാണ് മിനിമം 2 പേരാണ്. അതിന് ഇത്ര പേരാണ് പാർട്ണർഷിപ്പിന്റെ മാക്സിമം എന്നുള്ള ഒരു ആക്ടിൽ പറയുന്നില്ല, എങ്കിലും പൊതുവെ 20 തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് പാർട്ണർഷിപ്പിന് പക്ഷേ അതിനെ ഒരു ലീഗൽ പേഴ്സൺ ആയിട്ടല്ല, അതിൻ്റെ ലൈബിലിറ്റി ഇൻഡിവിജ്വലിന് തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ഫേം വരുത്തി കഴിഞ്ഞാൽ ആ ലൈബിലിറ്റി ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ ഇൻഡിവിജ്വൽസും കൊടുക്കാൻ ബാധ്യസ്ഥ. അതാണ് ഈ പാർട്ണർഷിപ്പിന്റെ. ഇൻഡിവിജ്വൽസിനാണ് ഇതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്നത്. പക്ഷെ ഇവർ പേഴ്സണായിട്ട് ബാങ്കുകൾ അംഗീകരിച്ചിട്ടുണ്ട്, അവർക്ക് ബാങ്കിൽ പോയി ഇടപാട് നടത്താം. ഇതിന് കൊടുക്കേണ്ടത് ഒരു പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്നതിന് ഒരു പാർട്ണർഷിപ്പ് ഡീഡുണ്ട്, അതിൻ്റെ കോപ്പി വേണം. പാൻ കാർഡ് ഇൻ ദ നെയിം ഓഫ് ദ പ്രൊപ്രൈറ്റർഷിപ്പ് പാർട്ണർഷിപ്പ്. ഈ പാർട്ണർഷിപ്പിന് അവർക്ക് അവരുടെ ഇൻകം അസസ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ആ കൺഫ്യൂഷൻ ഇല്ല, ആ കോൺഫ്രണ്ടേഷൻ ഇല്ല എന്നുള്ളത്. പിന്നെ ആധാർ കാർഡ് ഓഫ് ദ ഓൾ ദ പാർട്ട്നേഴ്സ്, അഡ്രസ് പ്രൂഫ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേമിന്റെ അഡ്രസ് പ്രൂഫ് കൊടുക്കണം. അത് ഈവൻ റെന്റ് അടച്ചതിന്റെ രസീത് മതി, അല്ലെങ്കിൽ ഫോൺ ബില്ലുണ്ടെങ്കിൽ ആ ഫോൺ ബില്ല് കൊടുത്താൽ മതി, അല്ലെ കറണ്ട് ചാർജ് ഉണ്ടെങ്കിൽ കറണ്ട് ചാർജിന്റെ അഡ്രസ്സ് കൊടുത്താൽ മാത്രം. അതുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആൻ അഡ്രസ്. പിന്നെ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സിന്റെ എല്ലാവരുടെയും പ്രൂഫുകൾ കൊടുക്കേണ്ടതും. ഇത് രജിസ്ട്രേഷൻ ഉള്ളതാണ് പാർട്ണർഷിപ്പ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. പാർട്ണർഷിപ്പിനെ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ഉള്ളതും രജിസ്റ്റർ ഇല്ലാത്തതുമായ പാർട്ണർഷിപ്പും രണ്ടും പാർട്ണർഷിപ്പിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും രജിസ്റ്റേർഡ് ആണെങ്കിൽ ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടെ കൊടുക്കേണ്ടത്. പിന്നെ ഫോട്ടോസ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. ഇത്രയാണ് പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കണം. പാർട്ണർഷിപ്പിന് ഓൾസോ എ പേഴ്സൺ, ഇറ്റ്സ് ഓൾസോ എ പേഴ്സണൽ ബാങ്ക്. ബാങ്കിങ് ഡീലിംഗ് വിത്ത് so it is also agreed as a person. ഇനി അടുത്ത വേറെ ഇതാണ് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ്. ഇത് പുതിയതായിട്ടൊരു കൺസെപ്റ്റാണ്, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ്. പണ്ടില്ലായിരുന്നു. ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ്? കേട്ടിട്ടില്ല. ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനി എന്ന് കേട്ടിട്ടില്ലേ? ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനി പോലെ ഇപ്പൊ ഒരു പുതിയ കൺസെപ്റ്റ് വന്നിരിക്കുന്നത് പാർട്ണർഷിപ്പിന് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ്. ഈ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ആണെങ്കിൽ അതിന് LLP ഇങ്ങനെയുള്ള ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി ആണെങ്കിൽ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഈ പാർട്ണർഷിപ്പിന്റെ ലൈബിലിറ്റി അതിനകത്ത് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ ലൈബിലിറ്റി വരെ ഈ വ്യക്തികൾക്ക് ബാധ്യത ഏറ്റെടുക്കേണ്ടതുള്ളൂ. അതിൽ കൂടുതലുള്ള ബാധ്യത ഇവർക്ക് വരില്ല. അതാണ് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഈ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിൽ ഇടപാട് നടത്തുന്നവര് ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇവർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാ ലൈബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരില്ല. ഇവർക്ക് എത്രയാണോ ഇവരുടെ ഇതിനകത്ത് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന ലൈബിലിറ്റി ലിമിറ്റ് അത്രയേ ഉള്ളൂ ഇവർക്ക് വരികയും ബാധ്യത വരും. അല്ലെങ്കിൽ നമ്മളൊരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലൈബിലിറ്റി ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ഒരു ലീഗൽ പേഴ്സണെ അംഗീകരിച്ചിരിക്കുന്നതാണ് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ്. ആണ് the liabilities of the partners are limited to the amount put into the business as per the partnership deed. അതിൽ വരെയുള്ളൂ. അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു ലൈബിലിറ്റി ഇവരുടെ മേൽ വരികയും
അതാണ് ഇതിന്റെ അല്ല, അത് ഇവരുടെ ഓരോരുത്തരുടെയും എന്താണ് മുടക്കിയേക്കണമെന്നനുസരിച്ചാണോ അതങ്ങനെ ഓരോരുത്തരുടെ ആ ഷെയർ അനുസരിച്ച് അവരുടെ പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് ഒരു ക്ലോസ് ഉണ്ടാവും. ഓരോരുത്തർക്കും ഇത്രയാണ്. എല്ലാവരും ഈക്വൽ ആയി വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല സർ. അത് ഓരോരുത്തർക്കും അതിന്റെ പെർസെന്റേജ് തീരുമാനിക്കാവുന്നതാണ്. അതപ്പോ ഇതിന്റെ ബിസിനസ് നടത്തി ഒരു പ്രോഫിറ്റ് ഉണ്ടാവുമ്പോഴും അതിന്റെ ഷെയറും അതേ പെർസെന്റേജിലായിരിക്കും പോകും. ഓക്കെ, ചിലർക്ക് അങ്ങനെയല്ല. ചിലര് പൈസ മുടക്കുന്നത് ഒരു പ്രത്യേക പെർസെന്റേജിലാണെങ്കിലും ചിലര് അവരുടെ പേഴ്സണൽ എഫർട്ട് അവരുടെ കൂടുതലുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവന് പ്രോഫിറ്റിന് കൂടുതൽ കൊടുക്കാമെന്നുള്ളൊരു ക്ലോസ് ചിലപ്പോൾ ഈ പാർട്ണർഷിപ്പ് മെമ്മോറാണ്ടത്തിൽ ഡീഡിൽ കാണും. അങ്ങനെ ഡീഡിലുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ കൊടുക്കാം, അതിന് കുഴപ്പമില്ല. ഇപ്പോൾ 5 പേര് കൂടി ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി 2 പേരാ ഇതിനകത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കൊടുക്കാമെന്നുള്ളൊരു ക്ലോസ് ഇതിനകത്ത് ചേർക്കാം. ആ ഷെയറിന്റെ മാത്രമല്ല. ഓക്കെ, ആ ഒരു ക്ലോസ് ഇതിനകത്ത് അവർക്ക് ചേർക്കാം. സാറേ ഇത് സൈലന്റ് പാർട്ട്നേഴ്സ് പറ്റുമോ? സൈലന്റ് പാർട്ട്നേഴ്സിനും ആകാം സാറേ. സൈലന്റ് പാർട്ട്നേഴ്സിനും ആകാം. അവർക്കും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇവർക്ക് എത്ര ഇതിന്റെ ഷെയർ കിട്ടും. പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടല്ലോ, ആ ഡീഡിൽ അതിന്റെ ക്ലോസ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതിനകത്ത് വേണ്ട KYC ഡോക്യുമെന്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് LLP. ഈ LLP ആക്ട് പ്രകാരം അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അതിന്റെ കോപ്പി ഈസ് എ മസ്റ്റ്. പിന്നെ ഇതിന്റെ LLPയുടെ പാൻ കാർഡ് ഉണ്ടാകും, അതൊരു ഇസ് എ മസ്റ്റ്. രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ് പ്രൂഫ് ഉണ്ടാകും. പിന്നെ പാൻ ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് വേണം, LLP എഗ്രിമെന്റ് വേണം, ബോർഡ് റെസൊല്യൂഷൻ വേണം. പിന്നെ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ് സ്പെസിഫൈഡ് ബാങ്ക് ഉണ്ടെങ്കിൽ അതും കൊടുക്കേണ്ടത്, ഫോട്ടോ ഓഫ് ദ ഓതറൈസ്ഡ് പേഴ്സൺ. ഇത്രയും ഉണ്ടെങ്കിൽ ഈ ഒരു LLP പേഴ്സൺ ബാങ്കിൽ ഇടപാട് നടത്തും. പക്ഷെ LLP പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകൾ ഒരു ലോൺ കൊടുക്കുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കും ഈ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എത്രയുണ്ടെന്നൊക്കെ നോക്കി അതിന്റെ ബേസിൽ വെച്ച് അവർ അവിടെ ലോൺ പാസ്സാക്കി. ഓക്കെ, ആ ഒരു കണ്ടീഷൻ. അപ്പം ഇത്രയാണ്, ഇതൊരു പുതിയ കൺസെപ്റ്റാണ് LLP, പണ്ട് ഉള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു പേഴ്സണിലേക്ക് നമ്മൾ പോവാണ്. അടുത്തതാണ് നമ്മൾ പറഞ്ഞ ലിമിറ്റഡ് കമ്പനി. ഇത് പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് 2 തരം കമ്പനിയുണ്ട്. ഒന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആൻഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഇതിനകത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, അവർ പ്രൈവറ്റ് ആയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള തുക മുടക്കുന്നതും അതുപോലെ തന്നെ ആ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തുന്നു. ഇവർക്ക് പബ്ലിക്കിൽ നിന്നും ഷെയർ എടുക്കാൻ പറ്റുകയില്ല. ഈ വ്യക്തികൾ തമ്മിലുള്ള ഒരു ഷെയറിലാണ് ഈ പ്രസ്ഥാനം തുടങ്ങുന്നത്. നേരെ മറിച്ച് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഇത് പബ്ലിക്കിൽ നിന്നും അതിൻ്റെ വേണ്ട ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യാനായിട്ട്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതിനകത്ത് മിനിമം 2 പേരെങ്കിലും ഉണ്ടാകണം, മാക്സിമം 200 പേഴ്സൺസിന് പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ പബ്ലിക് ലിമിറ്റഡ് ആകുമ്പോൾ ഇതിനേക്കാളും വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് പറയാം. ഇതുപോലെ തന്നെ ഇവരുടെ ഇടപാട് നടത്തുമ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട കുറേ രേഖകളുണ്ട്. അതായത് ഇവർക്കെല്ലാം ഒരു മെമ്മോറാണ്ടം അസോസിയേഷൻ ഉണ്ടാവും, ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാവും. അപ്പം ഈ മെമ്മോറാണ്ടത്തിലാണ് ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യവും അവരുടെ ഉദ്ദേശവും ഇവരുടെ എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന മെമ്മോറാണ്ടം അസോസിയേഷൻ ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് ഇവരുടെ ഇന്റേണൽ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് പറയുന്നത്. ഇതിൻ്റെ എല്ലാം കോപ്പി വേണം, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വേണം, ഇവരുടെ ഒരു ബോർഡ് ഉണ്ടാവും, ആ ബോർഡ് റെസൊല്യൂഷൻ വേണം, അപ്ഡേറ്റഡ് ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് വേണം, പിന്നെ അഡ്രസ് പ്രൂഫ് വേണം, പിന്നെ ഇവരുടെ കറണ്ട് ലാൻഡ് ലൈൻ ഫോൺ ലൈൻ നമ്പർ, ഇമെയിൽ ID ഓഫ് ദി എൻറ്റിറ്റി, പെർമനന്റ് അക്കൗണ്ട് ഓഫ് ദി എൻറ്റിറ്റി, ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓഫ് ഓതറൈസ് സിഗ്നേച്ചറീസ്, പിന്നെ അതുപോലെ തന്നെ ഷെയർ ഹോൾഡിംഗ് ബെനിഫിഷ്യൽ പാർട്ട്നേഴ്സിൻ്റെ ലിസ്റ്റ് വേണം. അതുപോലെ തന്നെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഓഫ് ദ ബെനിഫിഷ്യൽ ഓണേഴ്സ് വേണം, അഡ്രസ് പ്രൂഫ് ഓഫ് ദ ബെനിഫിഷ്യൽ ഓണേഴ്സ് വേണം, പിന്നെ ഐഡന്റിറ്റി പ്രൂഫ് ഓഫ് ആൻഡ് അഡ്രസ് പ്രൂഫ് ഓഫ് ദ സീനിയർ ഒഫീഷ്യൽസ് ഓഫ് ദ കമ്പനി. ഇത്രയും കാര്യങ്ങൾ വെച്ചു മാത്രമേ ഒരു ബാങ്കിൽ പോയി ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇടപാട് നടത്താൻ പറ്റും. അപ്പം അതാണ്
ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൈവറ്റ്ലി ജോയിൻഡ് ഗ്രൂപ്പാണ് പ്രൈവറ്റ് ലിമിറ്റഡ് ലയബിലിറ്റി. ഈ ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. കമ്പനി എന്ത് ബാധ്യത ഏറ്റെടുത്താലും ഷെയർ ഹോൾഡേഴ്സിന് അതൊന്നും ബാധകം ആകില്ല. അതാണ് ഇസ് എ ലിമിറ്റഡ് ലയബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി അടുത്തൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ അതിന്റെ മിനിമം 7 ആണ്, മാക്സിമം അൺലിമിറ്റഡ് ആണ്. ഇത് രണ്ടും ഇതുപോലെ ഫോം ചെയ്യുന്ന കമ്പനീസ് ആക്ട് പ്രകാരമാണ്, അതിന്റെ ആക്ട് പ്രകാരമാണ് ഇത് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പബ്ലിക് ഓഫറിൽ വഴിയും അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്തിട്ടും ഇതിന്റെ ഷെയറുകൾ പബ്ലിക്കിന് കൊടുക്കാവുന്നതാണ്. മിനിമം 7 ആണ്, മാക്സിമം നോ അപ്പർ ലിമിറ്റ്. ഓക്കെ, ഇതിന് വേണ്ടത് മറ്റുള്ള ഡോക്യുമെന്റുകൾ പറഞ്ഞ പോലെയുള്ളതെല്ലാം ഇതിനും അത്യന്താപേക്ഷിതമാണ്. KYC ഡോക്യുമെന്റ്, അത് വെച്ച് ബാങ്കിൽ പോയി ഇടപാട് നടത്താം. ഇനി അടുത്ത ഒരു ഇത് പറയാണ് കോർപ്പറേഷൻസ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് KSRTC അല്ലേ, ഒരു കോർപ്പറേഷനാണ്. അതുപോലെ തന്നെ ഒരുപാട് കോർപ്പറേഷനുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇതാണ് മറ്റൊരു വ്യക്തി. അവർക്ക് ഇതുപോലെ തന്നെ പക്ഷെ ഒരു ലീഗൽ പേഴ്സൺ ആണ്. ഒരു ലീഗൽ പേഴ്സൺ ആയിട്ട് തന്നെ ബാങ്ക് അംഗീകരിച്ചിട്ടുണ്ട്. അവർക്ക് ഇതുപോലുള്ള അവരുടെ പേരിൽ തന്നെ അവർക്ക് സ്വയം എംപ്ലോയി നടത്താം, അവർക്ക് ഓൺ അസറ്റ് ചെയ്യാം, അവർക്ക് പേ ടാക്സ് കൊടുക്കാം. ഇങ്ങനെയുള്ള എല്ലാം ഉള്ള ഒരു ലീഗൽ പേഴ്സൺ ആണ്. അവർക്ക് ഇതുപോലെയുള്ള ഈ KYC ഡോക്യുമെന്റുകൾ കൊടുത്തുകൊണ്ട് ബാങ്കിൽ എല്ലാ ഇടപാടുകളും അവർക്ക് നടത്താവുന്നതാണ്. ഇങ്ങനെ നടത്തുന്ന കോർപ്പറേഷനുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകൾ വളരെ കാര്യമായി നോക്കുന്നതാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫണ്ട് കിട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കോർപ്പറേഷനുകൾക്ക് വളരെ അധികം പ്രാധാന്യം ബാങ്കുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആണ്, ഒരു പേഴ്സണാണ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം. ഇനി അവസാനമായി ഒരു എണ്ണം കൂടെ പറയുന്നുണ്ട്, ദാറ്റ് ഇസ് എ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇല്ലേ, ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ അവർക്ക് ഒരു പേഴ്സണൽ, അവർ ബാങ്കിൽ പോയി ഒരു ഇടപാട് നടത്തണമെങ്കിൽ, അവർക്ക് ഒരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ, അവർക്കൊരു വായ്പ എടുക്കണമെങ്കിൽ അവരെ ഒരു പേഴ്സണായിട്ട് ബാങ്ക് അംഗീകരിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അത് ഇറ്റ്സ് എ സെക്ടർ ഓഫ് നാഷണൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ദ പർട്ടിക്കുലർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. അതിനകത്ത് വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഈ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒരു ലെറ്ററിൽ അവർ കൊടുക്കണം. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇടപാട് നടത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള അവരുടെ ലെറ്റർ ഹെഡിൽ ഒരു ലെറ്റർ അതോറിറ്റി കൊടുക്കണം. പിന്നെ ഇവർക്ക് ബാങ്കുമായിട്ട് ഇടപാട് നടത്താമെന്നുള്ള ഒരു ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടാകും, ഗവൺമെന്റ് ഓർഡർ ഉണ്ടാകും. ആ ഓർഡറിൽ തന്നെ ഈ ആരൊക്കെ പേഴ്സൺസ് ആണ് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ള കണ്ടീഷനും ഇതിനകത്ത് ഉണ്ടാകും. ഇതും ഉണ്ടെങ്കിൽ ഈ ഓതറൈസ് പേഴ്സണിന്റെ അഡ്രസ് പ്രൂഫുകളും ID പ്രൂഫും ഉണ്ടെങ്കിൽ ഇവർക്കും ബാങ്കിൽ ഇടപാട് നടത്താം. അപ്പം ഇവര് ബാങ്കുകൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേഴ്സൺ ആണ്. അപ്പം ഇത്രയും പേഴ്സൺസിനാണ് നമ്മുടെ ബാങ്കുമായിട്ട് ഇടപാട് നടത്താൻ ഉള്ളതിനെ പറ്റി. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ഞാനിതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അറിവിനകത്ത് വരുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഒന്നിലധികം ബാങ്കുകളിൽ അക്കൗണ്ട് എടുക്കാവോ? ഞാൻ ഇതിന്റെ സമ്മറിയിലേക്ക് പോകുന്നത് നമ്മൾ പറഞ്ഞ എല്ലാം ഒന്നുകൂടെ പറയാം. ഇൻഡിവിജ്വൽസ് 1, 2 അസോസിയേഷൻ ഓഫ് പേഴ്സൺ, HUF രജിസ്റ്റേർഡ് അസോസിയേഷൻ ഒന്നുണ്ട്, പിന്നെ SHGs ഉണ്ട്, JLG ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പാർട്ണർഷിപ്പ്, പിന്നെ LLP, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, കോർപ്പറേഷൻ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, ഇത്രയും പേഴ്സൺ. ഇതിനേക്കാൾ അപ്പുറം വേറെ ഒരുപാട് പേഴ്സൺസ് ഒക്കെ ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ നമ്മളിപ്പം ഉദ്ദേശിക്കുന്ന ഇത്രയും കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. ഓക്കെ സാറേ, അപ്പം നിങ്ങൾക്ക് ചർച്ച് ഓർഗനൈസേഷൻ ഒക്കെ ഏത് കാറ്റഗറി വരും? ചർച്ച് എല്ലാം മിക്കവാറും ട്രസ്റ്റുകളായിട്ടാണ് വരുന്നത്. ട്രസ്റ്റിന്റെ റൂൾ എന്താണ് സാർ ബാങ്കിലെ? ട്രസ്റ്റിന് ഒരു റൂൾ ഉണ്ടല്ലോ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതിന്. അത് ഞാനാ പറഞ്ഞ അസോസിയേഷൻ ഓഫ് രജിസ്റ്റേർഡ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ പറഞ്ഞില്ലേ, അതിനകത്ത് വരുന്ന അത്
ഒരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടാവും മാഡം. ട്രസ്റ്റ് ഡീഡ് ഒരു ഓക്കെ. ട്രസ്റ്റ് ഫോം ചെയ്തപ്പോൾ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും. ട്രസ്റ്റിന് വല്ല രജിസ്ട്രേഷൻ ഉണ്ടായെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ആ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ബൈലോ ആണോ? ബൈലോ പോലെ ബൈലോ വേണം. അതാണ് ഡീഡ് എന്ന് പറയുന്നത്. അതാണ് ബൈലോ വേണം. പിന്നെ ഒരു റെസൊല്യൂഷൻ വേണം. ആ റെസൊല്യൂഷനിൽ കൃത്യമായി പറയണം ആരുടെ പേരിലാണ് ഇത് നടത്തേണ്ടത്, ഏത് ബാങ്കാണ് ഇത് ഏത് ബാങ്കിലാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്, ആരായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കണ്ടീഷൻ എല്ലാം ആ റെസൊല്യൂഷൻ. സാറേ, നമ്മളിപ്പോ ഒരു സൊസൈറ്റി ഫോം ചെയ്തു, നമ്മളൊരു സൊസൈറ്റിയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങി, അതിന് ഭാരവാഹികളായിരിക്കുമല്ലോ അത് ഓപ്പറേറ്റ് ചെയ്യുക. ഈ ഭാരവാഹികള് ഇടയ്ക്കെല്ലാം മാറി വരും, അപ്പോൾ എന്ത് ചെയ്യണം? ഭാരവാഹികൾ മാറി വരുന്ന സമയത്ത് അത് ഞാൻ ഇതിനകത്ത് പറയേണ്ടതാണ്, ഞാൻ അത് പറഞ്ഞില്ല. ഞാൻ പേഴ്സണെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള മാത്രമേ ഉദ്ദേശിച്ചുള്ളതാണ്. ഭാരവാഹികൾ മാറുമ്പോൾ നമ്മള് ഇപ്പോൾ ഇരിക്കുന്ന ഭാരവാഹികൾ ഞങ്ങള് മീറ്റിംഗ് കൂടി വല്ലതാണ് മാറിയെങ്കിൽ ഞങ്ങൾ ഇന്ന ദിവസം മീറ്റിംഗ് കൂടി ഇതിന്റെ ഭാരവാഹി ആരാണോ അവരെല്ലാം മാറിയിരിക്കുന്നു. ആ മാറിയിരിക്കുന്നതും പ്രകാരം ഈ പുതിയ ആൾക്കാരെ ഇതിന്റെ ഇടപാടുകൾ നടത്താൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ ഉണ്ടാക്കി ഇതിനകത്ത് പഴയ ഭാരവാഹികൾ ഒപ്പിടണം, പുതിയ ഭാരവാഹികൾ ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് അവരുടെ ഒപ്പിടണം. എന്നിട്ട് ഇതിന്റെ അടിയിൽ പഴയ ഭാരവാഹികളൂടെ ഒപ്പിട്ട് ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പഴയ ഭാരവാഹികളെ മാറ്റി പുതിയ ഭാരവാഹികളെ, പിന്നെ സിസ്റ്റമായിട്ട് കമ്പ്യൂട്ടർ വന്നുകൊണ്ട് അവരുടെ സിഗ്നേച്ചർ ഒക്കെ കൊടുക്കേണ്ടി വരും. ആ സിഗ്നേച്ചറൊക്കെ കമ്പ്യൂട്ടറിൽ കയറ്റണം. അങ്ങനെ കയറ്റിയാലേ ഉള്ളൂ ചെക്കുകളൊക്കെ പാസ്സാകും. അപ്പൊ അതിന് വേണ്ട രേഖകളൂടെ കൊടുത്താൽ തീർച്ചയായിട്ടും ഈ പുതിയ ആൾക്കാർക്ക് ഇത് നടത്താം. അതുകൂടാതെ ആനുവൽ റിപ്പോർട്ട് കൊടുക്കണ്ടേ? ആനുവൽ റിപ്പോർട്ട് കൊടുക്കണ്ടേ സൊസൈറ്റി രജിസ്ട്രാറിന്റെ അടുത്ത്? ആനുവൽ റിപ്പോർട്ട്, അതായത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം ആനുവൽ റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടത്. അണ്ടർ സെക്ഷൻ 25 ആണെങ്കിലും ചാരിറ്റബിൾ ആണെങ്കിലും കൊടുക്കണ്ടേ? ചാരിറ്റബിൾ ആണെങ്കിലും വേണം. ചാരിറ്റബിൾ ഇൻകം ടാക്സ് നോൺ പ്രോഫിറ്റബിൾ ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതുള്ളതാണ്. അതുകൊണ്ട് അവരും കൊടുക്കേണ്ടി വരും. ഓക്കെ സർ, ട്രസ്റ്റ് പുതുക്കാതെ കിടന്നിട്ട് വീണ്ടും പുതുക്കണം എന്ന് തോന്നിയാലും ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യുന്നത്? ഇതെല്ലാം ഈ നടപടികളെല്ലാം ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം ഭാരവാഹികളെ മാറ്റണമെങ്കിൽ ആ സന്ദർഭത്തിൽ മാറ്റണം. ഓക്കെ, താങ്ക് യു. അപ്പോ ഓരോ വർഷവും പെൻഡിങ് ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കേണ്ടി വരുമോ? 5 കൊല്ലമായിട്ട് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തിട്ടില്ല. അത് കൊല്ലം റിന്യൂ ചെയ്യേണ്ടതാണ്. റിന്യൂ ചെയ്ത് ഓരോ കൊല്ലം കൊടുക്കേണ്ട സാർ. റിന്യൂ ചെയ്യേണ്ടതാണ്. റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല സാർ. മാഡം പറഞ്ഞ പോലെ ചാരിറ്റബിൾ സൊസൈറ്റി ആണ്, പക്ഷെ കൊല്ലം റിന്യൂവൽ നടത്തിയിട്ടില്ല. 5 കൊല്ലമായിട്ട് അത് ഇത് ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു. വീണ്ടും അതൊന്ന് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ എല്ലാ 5 കൊല്ലത്തെ റിപ്പോർട്ട് കൊടുത്ത് പെനാൽറ്റി അങ്ങനെ വല്ലതും ഉണ്ടോ, അതോ ഇപ്പോഴത്തെ റിപ്പോർട്ട് കൊടുത്ത് ആക്റ്റീവ് ആക്കാൻ പറ്റുമോ? അത് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം പെനാൽറ്റിയുടെ കേസ് ബാങ്കിലല്ല വരുന്നത്. ബാങ്കിന്റെ കാര്യമല്ല സാർ ചോദിക്കുന്നത്, സൊസൈറ്റി. അത് എവിടെയാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് അവിടെ അവരെ പെനാൽറ്റി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവർ പെനാൽറ്റി കൊടുക്കേണ്ടി വരും സാർ. ബാങ്കിങ് പോയിന്റിലാണ്. എനിക്ക് അതിനെപ്പറ്റി അത്ര കൂടുതൽ അറിയത്തില്ല. ആ ആസ്പെക്റ്റിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ അങ്ങനെ പെനാൽറ്റി കൊടുക്കണമെങ്കിൽ ആ പെനാൽറ്റി കൊടുത്തുകൊണ്ട് അതും കൂടെ കൊടുത്ത് ബാങ്കിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഞാൻ അതിന്റെ ബാങ്കിങ് ആസ്പെക്ട് മാത്രമാണ് ഉദ്ദേശിച്ച് പറഞ്ഞു. ഓക്കെ സാറേ, ഒരു ക്ലബ്ബ് പിന്നെ പല രീതിയിലുള്ള പൈസ വരും, ഡൊണേഷൻ ആയിട്ടും പല വിധത്തിൽ വരുമല്ലോ. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കുകൾ നിഷ്കർഷിക്കുന്നത് കറണ്ട് അക്കൗണ്ട് വേണമെന്ന് ചില ബാങ്കുകൾ പറയാറുണ്ട്. അത് SBI ഒക്കെ തുടങ്ങുന്നതിനുള്ള തടസ്സം എന്താണെന്നുള്ള എൻ്റെ ഒരു സംശയം. പിന്നെ മറ്റൊന്ന്, ഈ പാൻ കാർഡിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ക്ലബ്ബുകളുടെ പേരിൽ പാൻ കാർഡ് കൊടുക്കില്ലല്ലോ, വ്യക്തികൾക്കല്ലേ കൊടുക്കുള്ളൂ? ചില ക്ലബ്ബുകൾക്ക് കൊടുക്കുന്നുണ്ട്, ചിലർക്ക് കൊടുക്കില്ല. അല്ല, കൊടുക്കില്ലെങ്കിൽ അത് സെക്രട്ടറിയോ പ്രസിഡന്റോ ആണ് ഈ പിന്നെ പണ ഇടപാടുകൾ നടത്തുക. അങ്ങനെയാണെങ്കിൽ സെക്രട്ടറിന്നോ പ്രസിഡന്റോ പേരിലല്ലല്ലോ പാൻ കാർഡ് കൊടുക്കുന്നത്, വ്യക്തിക്കല്ലേ കൊടുക്കുക? അത് വ്യക്തിക്കാ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സെക്രട്ടറിയും പ്രസിഡന്റും മാറി വരുമല്ലോ എല്ലാ കൊല്ലവും. മാറി വരും സാർ. അതിനാണ് ഒരു ഇൻകം ടാക്സ് ഡിക്ലറേഷൻ കൊടുക്കുന്നില്ലേ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞ ഒരു ഫോം ഡിക്ലറേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ. ആ ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെക്രട്ടറിയുടെ പ്രസിഡന്റിനോ പാൻ കാർഡ് കൊടുത്താൽ മതി. അങ്ങനെയാണ് അല്ലേ? അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ ഈ പിന്നെ ഈ കറണ്ട് അക്കൗണ്ട് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടോ? കറണ്ട് അക്കൗണ്ട് തന്നെ വേണമെന്ന് പറയുന്നുണ്ടോ? കറണ്ട് അക്കൗണ്ട് നോൺ പ്രോഫിറ്റബിൾ ആണ്, അതിന് കറണ്ട് അക്കൗണ്ട് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർക്ക് SBI അക്കൗണ്ട് എടുക്കാവുന്നതാണ്. SBI പലിശ വരുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും തോന്നുന്നില്ലേ? അല്ല, SBI അക്കൗണ്ട് സാറ് നോൺ പ്രോഫിറ്റബിൾ ആണെങ്കിൽ അവർക്ക് SBI അക്കൗണ്ട് എടുക്കാം അല്ലേ? എടുക്കാം. നോൺ പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ സാറേ ഇൻകം വരാൻ മേലൊന്നില്ല,
ഇൻകം എന്ത് കാര്യത്തിന് വേണ്ടി ആ എക്സ്പെൻസ് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് അത് ചാരിറ്റബിൾ അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയായിരിക്കണം. മെമ്പേഴ്സിന്റെ ബെനിഫിറ്റ് ആണ്. വേണ്ടിയായിരിക്കും. ചാരിറ്റബിൾ ആണെങ്കിൽ കുഴപ്പമില്ല സാറേ, അല്ലാണ്ട് ബിസിനസ് പർപ്പസ് അത് ശരി, അങ്ങനെ ആ രീതിയിലുള്ളതാണ് കറണ്ട് അക്കൗണ്ടേ പറ്റൂ. ചാരിറ്റബിൾ ആണ്. സാറ് ചോദിച്ച ചോദ്യത്തിന്റെ അകത്ത് ആ ബയോലോയ്ക്കകത്ത് ഇതിന്റെ പർപ്പസ് എന്താണ് എഴുതിയേക്കുന്നത്, ക്ലബിന്റെ പർപ്പസ് എന്താണ് എഴുതിയേക്കുന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള ആൾക്കാണ് സോഷ്യൽ സാമൂഹ്യമായിട്ടുള്ള ഇപ്പൊ ഈ പള്ളികളുടെ എല്ലാ സ്കൂളുകളില്ലേ, അവരെല്ലാം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രശ്നമില്ല, അവർക്ക് SB അക്കൗണ്ട് എടുക്കാം. ഇറ്റ്സ് അത് ചാരിറ്റബിൾ ആണെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ്. സാറുമ്പേ പറഞ്ഞ പോലെ കമ്പനികളായി കഴിയുമ്പോൾ അതിന് കമ്പനികൾക്കാകുമ്പോൾ SB അക്കൗണ്ട് പറ്റില്ല, പാർട്ണർഷിപ്പിലാണെങ്കിൽ പറ്റില്ല. സാർ, ഈയിടെ ഇൻകം ടാക്സിന്റെ ഒരു പുതിയ നിയമം വന്നല്ലോ. ഈ ഇത്ര നാളും സിസ്റ്റർമാരും അച്ഛന്മാരുമായിട്ടുള്ളവർക്ക് ഇൻകം ടാക്സ് കൊടുക്കണ്ടായിരുന്നു. അവരുടെ സാലറി നേരെ ഈ പറയുന്ന അവരുടെ അക്കൗണ്ട്, ഈ പറയുന്ന പള്ളിയുടെ അല്ലെങ്കിൽ ആശ്രമത്തിന്റെ അക്കൗണ്ടിലേക്ക് പോവുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ പുതിയ നിയമം വന്നിരിക്കുന്നു, അവര് ഇൻകം ടാക്സ് കൊടുക്കണം എന്ന്. പുതിയത് വന്നിട്ടുണ്ട് ഒരെണ്ണം. അവര് കൊടുക്കാൻ ചിലപ്പോ ബാധ്യസ്ഥരായി വന്നേക്കാം. അല്ല, അവര് കൊടുക്കണം പറഞ്ഞ് വന്നിട്ടുണ്ട് പുതിയ നിയമം. ഗവൺമെന്റിന്റെ പൈസ വാങ്ങിക്കുന്നവരാണ്, അതുകൊണ്ട് അവർ കൊടുക്കണം എന്നാണ്. പുതിയൊരു ഇത് വന്നതാ. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് ഈ നോൺ പ്രീസ്റ്റ് അങ്ങനെയുള്ളവരൊക്കെ അവരുടെ ശരിക്കും അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച്, ചർച്ചിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് അവർക്ക് കിട്ടുന്ന റവന്യൂ, അതായത് സാലറി, അവര് ചർച്ചിന് കൊടുക്കണമെന്നും അവരുടെ ആജീവനാന്ത കാര്യങ്ങൾ ചർച്ച് നോക്കിക്കൊള്ളൂ എന്നുള്ളതാണ് കൺസെപ്റ്റ്. പക്ഷേ അച്ഛന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല സാറേ, അത് ഇൻഡിവിജ്വൽ എടുക്കാവുന്നതാണ് അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാറ് പറഞ്ഞ കറക്റ്റാണ്, അവർക്ക് എടുക്കാൻ പറ്റില്ല, സ്ഥാപനത്തിന് അത് പോകുന്നു. സ്ഥാപനത്തിനല്ലേ പോകുന്നുള്ളൂ, വ്യക്തികൾക്ക് പോകുന്നില്ലല്ലോ. വ്യക്തികൾക്ക് പോകുന്നില്ല, പക്ഷെ അച്ഛന്മാർക്ക് അങ്ങനെയല്ല സാർ. അച്ഛന്മാർക്ക് പോകുന്നുണ്ട്. അച്ഛന്മാർക്ക് Catholic priest. It is not applicable to other priests. I talk about Catholic priest. Okay, എനിക്ക് അതേ അറിയുള്ളൂ. ഓക്കെ, കാത്തലിക് പ്രീസ്റ്റിലാണ് അച്ഛന്മാർക്ക് ഇൻഡിവിജ്വൽ എടുക്കാതെ. കന്യാസ്ത്രീകൾക്ക് അത് പറ്റില്ല. അവരിപ്പോ ഈ പറയുന്ന ഓർഗനൈസേഷൻ പറയുന്ന എമൗണ്ട് ആയിരിക്കും സാലറി പോലെ കൊടുക്കും. സാലറി പോലെ അതൊക്കെ അച്ഛന്മാര് ടാക്സ് ഒക്കെ ഒഴിവാക്കി എടുത്തോളും. ഡൗട്ട് ചോദിച്ചാൽ സർ, പാർട്ണർഷിപ്പില് 2 പേർക്ക് ഷെയർ കൂടുതൽ ഉണ്ടെങ്കിൽ അവർക്ക് ലാഭവിഹിതം കൂടുതൽ കൊടുക്കണമെന്ന് സർ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അത് ഇതില്ല മാഡം. ചിലതിനകത്ത് പാർട്ണർഷിപ്പ് ഡോഡിൽ ഇത് കണ്ടീഷൻ വരും. അപ്പൊ കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ 2 പേര് കൂടി ആ ബിസിനസ് നടത്തണമെങ്കിൽ അവർക്ക് കൂടുതൽ ഷെയർ എടുക്കാന്നുള്ളൊരു കണ്ടീഷൻ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ രീതിയിൽ എടുക്കാം. അപ്പൊ ലയബിലിറ്റി വന്നാലോ? ലയബിലിറ്റി വന്നാലും അതിനകത്ത് ആ ലയബിലിറ്റിയുടെ ക്ലോസ് ഉണ്ടെങ്കിൽ അതിനകത്ത് വരും. ഈ പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽ ലയബിലിറ്റിയാ വരിക. പക്ഷെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആകുമ്പോൾ ഇൻഡിവിജ്വൽ ലയബിലിറ്റി വരില്ല. അത് രണ്ടാ. പാർട്ണർഷിപ്പ് ആകുമ്പോൾ ഈ ഇതിന്റെ വ്യക്തികൾക്ക് തന്നെ അതിന്റെ ലയബിലിറ്റി വരുന്നത്. പക്ഷെ ലിമിറ്റഡ് ലയബിലിറ്റി ആകുമ്പോൾ അത് ലിമിറ്റഡ് കമ്പനി പോലെയാണ് അതിന്റെ കൺസെപ്റ്റ് വരും. മനസ്സിലായില്ലേ? അതിന്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? മനസ്സിലായി സർ. ഓക്കെ, താങ്ക് യു. LLP is somewhat similar to a private limited company. It is just like ഏതാണ്ട് അത് തന്നെ. somewhat ഏതാണ്ട് അത് തന്നെ. Similar. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തോമസ് സാർ വളരെ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഒന്നിൽ കൂടുതൽ ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ പറ്റും ഈ പറയുന്ന അസോസിയേറ്റ്? ഒന്നിൽ കൂടുതൽ പൊതുവേ ഒന്നിൽ ലിമിറ്റ് ചെയ്യണമെന്നാ പറയണേ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിൽ ആക്ടിവിറ്റി ഉള്ളവരാണെങ്കിൽ അവിടെ അക്കൗണ്ട് ഉണ്ടാകണം എന്നുള്ള ഒരു ചില അവർക്ക് ആ ബിസിനസിന്റെ നടത്തിപ്പിന് നല്ലതാണെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യാം സാർ. ബാങ്കിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ബാങ്ക് റെസ്ട്രിക്ഷൻ. പക്ഷേ സെൻട്രലൈസ് ചെയ്ത് കാർഡ് ആധാറൊക്കെ വരുമ്പോ എല്ലാം ഐഡന്റിഫൈ ചെയ്യും. അതൊക്കെ വരും.
സാറേ സബ് ലിമിറ്റ് പോലെയൊക്കെ കൊടുക്കാം. ഇപ്പൊ സബ് ലിമിറ്റ് അതില്ല, അത് മറ്റേ അത് ഇതിനാണ് ലോണിന് ഓടി ഇതൊക്കെ വരുമ്പോ സബ് ലിമിറ്റ് ആയിട്ട് പോകും ബിസിനസ്സുകാർക്ക്. അല്ല, ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ ഒരു വേറൊരു അക്കൗണ്ട്, ഇപ്പൊ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഹെഡ് ക്വാർട്ടർ ഉള്ള ഒരു ബിസിനസ്സിന് കോട്ടയത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങിയാൽ അവിടെ കോട്ടയത്ത് സബ് ലിമിറ്റ് തുടങ്ങാം. സബ് ലിമിറ്റ് തുടങ്ങാം. ഇതിന്റെ കീഴിലായിരിക്കും, ഈ മെയിൻ ലിമിറ്റിന്റെ കീഴിലായിരിക്കും. അതിന്റെ കീഴിലെ സബ് ലിമിറ്റ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു നിയമം വന്നായിരുന്നു, ലോൺ CC അക്കൗണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളവർക്ക് കറണ്ട് അക്കൗണ്ട് പാടില്ല എന്ന്. അതിപ്പോ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അത് സബ് ലിമിറ്റ് ആയിട്ട് വേണമെങ്കിൽ കറണ്ട് അക്കൗണ്ട് കണ്ടിന്യൂ ചെയ്യാം. കോട്ടയത്ത് ഒരു ഓപ്പറേഷൻ ഉണ്ട്. മറ്റേത് രണ്ടും കൂടെ വേണ്ട എന്നുള്ള രീതിയിലാണ്. ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതായത് റണ്ണിങ് ലിമിറ്റ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അതിനകത്ത് ഇടപാട് നടത്താതെ കറണ്ട് അക്കൗണ്ടിൽ തന്നെ ഇടപാട് നടത്തിക്കൊണ്ട് പോകുന്ന കേസുകൾ റൂട്ടിങ് ഫണ്ട് ഡൈവേർഷൻ വരുന്നു. അതുകൊണ്ടായിരുന്നു ഇതിന് വന്നത്. പക്ഷെ അവരുടെ ബിസിനസ്സിന് ആവശ്യമാണെങ്കിൽ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നൊന്നും ഒരു ഇതില്ല. ഓക്കെ. ഓക്കെ സാർ. അപ്പൊ ഇന്ന് നമ്മള് 10 തരത്തിലുള്ള ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്ന 13 തരത്തിലുണ്ട് സാർ. 13 തരത്തിലുള്ള ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പഠിച്ചു. അപ്പൊ സാറിന് വളരെ താങ്ക്സ് പറയുന്നു. ബാങ്കിന്റെ ഡീലിങ്സും ആർക്കൊക്കെ ഡീൽ ചെയ്യാമെന്നും എങ്ങനെയൊക്കെയാണ് അതിന്റെ ബൈലോ, അതിന്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ സാർ വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു വെരി മച്ച് സാർ. എല്ലാവർക്കും നന്ദി. അപ്പൊ നമുക്ക് നാളെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് ഡോക്ടർ ജോമി ജേക്കബ്, അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടറാണ്, നമുക്ക് നാളെ കാണാം. ഓക്കെ സാർ, ഞാൻ ലീവ് ചെയ്തോട്ടെ, എനിക്ക് ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട് സാർ. നാളെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഓക്കെ.